ഹായ്. അപ്പം നമുക്ക് മാധവിക്കുട്ടിയുടെ സെക്കൻഡ് പോയമായ ഹോട്ട് നൂൺ ഇൻ മലബാർ എന്ന് പറയുന്ന പോയത്തിലേക്ക് കടക്കാം. അതായത് അതിൽ നമ്മൾ ആൻ ഇൻട്രൊഡക്ഷൻ എന്ന പോയം നമ്മൾ വിശദീകരിച്ചു. അതിൽ മാധവിക്കുട്ടിയെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ സാധാരണ എക്സ്പ്ലോർ ചെയ്യുന്ന തീംസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തീമാണ് ഇത്. നോസ്റ്റാൾജിയാണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. അതായത് ഈ തിരക്കുള്ള അതേപോലെ വെസ്റ്റ് ബംഗാളിലെ കൽക്കട്ടയിൽ ഇരുന്നു കൊണ്ട് ആ ഒരു നഗരത്തിൽ ഇരുന്നു കൊണ്ട് അവർ റീകോൾ ചെയ്യുകയാണ് അവരുടെ ആ ഒരു നാലപ്പാട്ട് തറവാടും അതേപോലെ അവരുടെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെയുള്ള ലൈഫൊക്കെ അവർ റീകോൾ ചെയ്ത് കണ്ട് ആ സമയത്ത് ഒരു ഉച്ച സമയത്ത് മലബാറിലെ ഒരു ദിവസത്തെക്കുറിച്ച് അവരിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഹോട്ട് നൂൺ എന്നാണ് പറയുന്നത്. അതായത് സമ്മർ കാലഘട്ടമാണ്. വണ്ടിയുടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അത് ഓഫീസാണ്. അപ്പോൾ ഇനി ഏതാണെങ്കിലും നമുക്ക് 90s കിഡിനൊക്കെ എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലേ. ഇപ്പോഴത്തെ ആൾക്കാർക്കുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഈ എക്സാം എഴുതൽ കൂടുതലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു 90s കിഡ് തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് അവരുടെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് പറയുന്നത്. പിന്നെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ടോണിലൂടെയാണ് അവർ ഇത് എഴുതിയിട്ടുള്ളത്. നഗരജീവിതത്തിലെ തിരക്കിലിരുന്നു കൊണ്ട് ഗ്രാൻഡ് മദറിനെ കുറിച്ചും നാലപ്പാട്ട് തറവാട്ടിലെ ആ ഒരു ഉച്ച സമയത്ത് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ അവിടെ ബഗ്ഗേഴ്സൊക്കെ ഉച്ച സമയത്ത് ബഗ്ഗേഴ്സൊക്കെ വീട്ടിൽ വരാറുണ്ട്. അതേപോലെ ഫോർച്യൂൺ ടെല്ലേഴ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ലാംഗ്വേജ് അവർ ആലോചിക്കുകയാണ്. ഒരു കൊളോക്കിയൽ ലാംഗ്വേജിലാണ് അവർ സംസാരിക്കുക. ഫോർച്യൂൺ ടെല്ലേഴ്സിൻ്റെ ഒക്കെ സംസാരം എന്ന് പറയുന്നത്. അതേപോലെ ബഗ്ഗേഴ്സ് ആണെങ്കിലും വളരെ ഒരു ദയനീയമായ ഒരു ശബ്ദത്തിലാണ് അവർ ഫുഡും കാര്യങ്ങളൊക്കെ ചോദിക്കുക അല്ലേ. ഉച്ച സമയത്ത് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് നാലപ്പാട്ട് തറവാട് എന്ന് പറയുമ്പോൾ അവർ ഒരു ജന്മി തറവാടാണ്. അപ്പോൾ അവിടേക്ക് അന്നത്തെ കാലത്ത് ഒരുപാട് പേര് അങ്ങനെ കടന്നു വന്നിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ബാംഗിൾ സെല്ലേഴ്സ് വരുന്ന പറയുന്നത് പല പല കളറിലുള്ള ബാംഗിൾസ് അവർ ആ കറുത്ത നിലത്തിൽ ഒരു വിരിച്ചിട്ടുങ്ങാണ്ട് അവർ പിന്നെ ഇങ്ങനെ വിൽക്കാൻ വെക്കുന്ന പറയുന്നത്. അത് കറുത്ത നിലം എന്ന് പറയാൻ കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കാവ്യായിരുന്നു, അല്ലെങ്കിൽ പിന്നെ എന്തായിരുന്നു ചാണകം മെഴുകിയ നിലങ്ങളായിരുന്നു. അപ്പോൾ അവിടെ അവർ അതെല്ലാം അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നിരത്തി വെക്കും. അതേപോലെ റോഡ് സൈഡിലുള്ള എല്ലാ പൊടിയും അതിലുണ്ടാകും. അതേപോലെ അവരുടെ കാലിനെ കുറിച്ച് പറയണം. അവരുടെ ഹാർഡ്ഷിപ്സ്, അവരുടെ ആ ഒരു വിണ്ട് കീറിയ ഒരു ഹീൽസൊക്കെ ഇങ്ങനെ വിണ്ട് കീറിയിട്ടാണ് അവരെന്ത് നിൽക്കുക. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അവർ ഓർമ്മിക്കുകയാണ്. അതേപോലെ ആരും വന്നിട്ടില്ല എങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഒരു അതായത് ചില സമയത്ത് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വാതിൽ തുറക്കുകയില്ല. അപ്പോൾ ആ സമയത്ത് അവരുടെ ആ കണ്ണുകളിലൊക്കെ ഉള്ള ഒരു ദൈന്യതയെക്കുറിച്ച് ഓർക്കുകയാണ്. അതേപോലെ അവർ പിന്നെ വെള്ളിലേക്ക് നോക്കും. അതായത് വെള്ളം ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ തിരിച്ചു പോകും. അതേപോലെ അവരുടെ കണ്ണുകളിൽ കാണാൻ പറ്റുന്നത് ഒരു മിസ്ട്രസ്സാണ്. അതായത് പിന്നെ ഒരു അൺസർട്ടനിറ്റിയാണ്. ഇവിടുന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടുമോ, ഫുഡ് കിട്ടുമോ, അല്ലെങ്കിൽ ഉച്ച സമയമാണ് അപ്പോൾ ഒരുപാട് ദൂരെ നിന്ന് വരികയാണ്, അപ്പോൾ എന്തെങ്കിലും ഫുഡ് കിട്ടുമോ, അതേപോലെ ഇവർ എന്തെങ്കിലും ബാംഗിൾസ് എന്തെങ്കിലും മേടിക്കുമോ, അവർക്ക് ഒരു ദൈനംദിന ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവർ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതേപോലെ പിന്നെ അവരുടെ ഒരു സംസാരം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ എക്സ്ക്ലൂഡഡായി ജീവിക്കുന്ന കമ്മ്യൂണിറ്റി ആയിരിക്കും. അതുകൊണ്ട് അവർ അത്ര സ്റ്റാൻഡേർഡൊന്നും ഇല്ലാത്ത അത്ര വലിയ ഒരു മാസ്ക്ഡ് ആയിട്ടുള്ള ഒരു നമ്മളിപ്പം ഒരു വേറെ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ വേറൊരു രീതിയിൽ സംസാരിക്കുന്നു, കുറച്ചും കൂടി പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാതെ വളരെ സാധാരണക്കാരായ രീതിയിൽ അവരുടേതായ കൊളോക്കിയൽ ലാംഗ്വേജിലായിരിക്കും അവർ സംസാരിക്കുന്നത്. അപ്പോൾ വൈൽഡ് വോയിസ് എന്നാണ് കേട്ടോ ആ വോയിസിനെ അവർ പറയുന്നത്. പിന്നെ അവർ ഓർമ്മകളുമായിട്ട്, അതായത് മാധവിക്കുട്ടി ഓർമ്മകളുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആണ്. അവർ പിന്നെ ആ ഒരു ഓർമ്മകൾ ഇങ്ങനെ തികട്ടി വരുമ്പോഴെന്നാണ് സംഭവിക്കുമ്പോൾ വളരെയധികം പെയിൻഫുള്ളായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണ് ആ ഓർമ്മകളൊക്കെ. അതേപോലെ തന്നെ വളരെയധികം നൊസ്റ്റാൾജിക്കാണ്, വളരെ സുഖമുള്ള ഓർമ്മകളുമാണ്. എന്നാൽ ഇനി അതൊന്നും തിരിച്ച് കിട്ടില്ല, അതൊക്കെ കഴിഞ്ഞു പോയി എന്നുള്ള ഒരു വേദനയും ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറിയ ഒരു പോയമാണ്, നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന പോയമാണ്. അപ്പോൾ നൊസ്റ്റാൾജിയയും അവരുടെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ടോണിലുള്ള ഒരു പിന്നെ ഓർമ്മകളുമാണ് ഈ ഒരു പോയമിൽ അവർ നമ്മളോട് ഷെയർ ചെയ്യുന്നത്.